ലോക പോലീസ് ചമഞ്ഞ ഇറാനെ ആക്രമിക്കാൻ പോയ അമേരിക്ക ഇപ്പോൾ വാലും ചുരുട്ടി പിന്മാറുകയാണ്. വലിയവായിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ ഇറാനുമായി ഒത്തുതീർപ്പിലെത്തേണ്ടി വന്നു. ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമൊന്നുമല്ല, മറിച്ച് ഈ വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ട് ട്രംപ് നടത്തുന്ന ഒരു കീഴടങ്ങലാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടി ലോകമെങ്ങും എണ്ണവില കുത്തനെ ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ഇറാന് സാധിച്ചു. നവംബറിൽ വോട്ട് കിട്ടണമെങ്കിൽ പെട്രോൾ വില കുറഞ്ഞേ തീരൂ എന്ന ഗതികേടിലാണ് സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രയേലിനെ പോലും തള്ളിപ്പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഈ പിന്മാറ്റത്തിന് തയ്യാറായിരിക്കുന്നത്. ഭരണമാറ്റം, ആണവായുധം തടയൽ എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ കണക്കുകൾ നോക്കുക, ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾ തകർക്കുന്നതിൽ വെറും 55%, ഹിസ്ബുള്ളയെ പോലെ ഉള്ള സായുധ സംഘങ്ങളെ തടയുന്നതിൽ വെറും 25% മാത്രമാണ് അമേരിക്കയുടെ വിജയം. സിറിയയിലെ ഇറാൻ അനുകൂല സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അവർക്ക് ആശ്വസിക്കാനുള്ള ഏക നേട്ടം. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞതുമില്ല. അതായത് ബോംബുകളും ഉപരോധങ്ങളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ സാങ്കേതികമായി തകർക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സ്വന്തം രാജ്യത്തെ വിലക്കയറ്റം വോട്ടർമാരെ ബാധിക്കുമ്പോൾ ഈ വൻ മരങ്ങളെല്ലാം, ഈ വൻ ശക്തികളെല്ലാം തന്നെ 6 മണിയായടാ, ഇനി വീട്ടിൽ കയറിയില്ലെങ്കിൽ അമ്മ അടിക്കും എന്ന് പറയുന്ന ചെക്കന്മാരെ പോലെ മാത്രമാണ് ഈ പാശ്ചാത്യ സൂപ്പർ പവറുകൾ. കാരണം അവരെല്ലാം തന്നെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് വോട്ടർമാരെ വിലക്കെടുത്തില്ലെങ്കിൽ പണി പാലിൻ വെള്ളത്തിൽ കിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാം. നവംബർ 2026 എന്ന ഡെഡ്ലൈനാണ് ഇപ്പോൾ അമേരിക്കയുടെ വിദേശ നയം തീരുമാനിക്കുന്നത്, അല്ലാതെ അവരുടെ സൈനിക ശക്തി അല്ല. ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. ഇറാൻ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുകയും അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഇറാൻ തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഈ ഒത്തുതീർപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെക്കുന്നത്. തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ ഈ പിന്മാറ്റം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ നവംബറിലെ തെരഞ്ഞെടുപ്പ് ഭയന്ന ട്രംപ് എടുത്ത ഈ പിന്മാറ്റ തീരുമാനം പശ്ചിമേഷ്യയിൽ വലിയൊരു അധികാര മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത്. ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ കാര്യം വരുമ്പോൾ അമേരിക്ക തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും തേക്കാൻ തയ്യാറാണെന്നുള്ള ഈ ഒരു കാര്യം ഒത്തുതീർപ്പോടെ ഈ സമാധാന കരാറോടെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ അമേരിക്കൻ പിന്മാറ്റത്തിന് ശേഷവും ഇസ്രായേൽ ലെബനനിൽ തങ്ങളുടെ സൈനിക നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ട്രംപ് ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. സ്വന്തം മണ്ണിൽ കുറച്ചടി വാങ്ങി കൂട്ടിയാലും ആഗോള ഊർജ്ജ വിപണിയെയും അമേരിക്കൻ രാഷ്ട്രീയത്തെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഇറാൻ തന്നെയാണ് ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയികൾ.